നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അസംഘടിത മേഖലയിൽ 16 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായി. കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ. 2015 മുതൽ 2023 വരെയുള്ള 7 വർഷത്തിനിടെ തൊഴിലാളികളുടെ എണ്ണത്തിൽ 1.5% ഇടിവ് രേഖപ്പെടുത്തിയത്. അസംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട വാർഷിക സർവേ റിപ്പോർട്ടിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2015 മുതൽ 2023 വരെയുള്ള 7 വർഷത്തിനിടെ 16.45 ലക്ഷം തൊഴിൽ അസംഘടിത മേഖലയിൽ നഷ്ടമായി. 2015-16 അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം 11.13 കോടിയായിരുന്നെങ്കിൽ 2023 ആകുമ്പോൾ 10.96 കോടിയായി കുറഞ്ഞു. തൊഴിലാളികളുടെ എണ്ണത്തിൽ 1.5% ഇടിവ്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം. 2015-ൽ 1.36 കോടിയായിരുന്ന തൊഴിലാളികൾ 7 വർഷത്തിനിടെ 1.5 കോടിയായി കുറഞ്ഞു. 31 ലക്ഷം തൊഴിലാളികളാണ് അസംഘടിത മേഖലയിൽ ഇല്ലാതായത്. UP, തമിഴ്നാട് സംസ്ഥാനങ്ങളിലും അസംഘടിത മേഖല തകർന്നു. UPയിൽ 8 ലക്ഷമാണ് തൊഴിൽ ഇടിവെങ്കിൽ തമിഴ്നാട്ടിൽ 12 ലക്ഷമാണ് തൊഴിൽ നഷ്ടം. 2016 നോട്ട് നിരോധനവും 2017 ജൂലൈയിൽ അടിച്ചേൽപ്പിച്ച GSTയും 2020-21 കാലയളവിലെ കോവിഡ് അടച്ചുപൂട്ടലുമാണ് അസംഘടിത മേഖലയെ തകർത്തതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2015-16 ശേഷം ആദ്യമായാണ് സ്ഥിതി വിവര മന്ത്രാലയം അസംഘടിത മേഖലയിലെ കണക്കുകൾ പുറത്തുവിടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.